Welcome back to my channel. This is Vishnu Maya and welcome to Maya Logam. So, ഇന്ന് നമ്മൾ മൂവിക്ക് പോവാണ്. ഹൃദയപൂർവ്വം മൂവി കാണാൻ പോവാണ്. 9:45 ഷോ. ഇപ്പം ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നു, കുളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. 9 മണി ആവാറായി. പെട്ടെന്ന് റെഡി ആവണം. ആൻഡ് ദെൻ ഇവിടെ നിന്ന് നടക്കേണ്ട ഡിസ്റ്റൻസേ ഉള്ളൂ ആക്ച്വലി തിയേറ്ററിലേക്ക്. ഹൃദയപൂർവ്വം കാണാൻ പോവാണ്. ഹൃദയപൂർവ്വം മൂവി കാണാൻ പോവാണ് വിത്ത് മൈ മമ്മി. ഞാനതിൻ്റെ ട്രെയിലറോ റിവ്യൂസോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ഗോ വാച്ച്, എൻജോയ് ആൻഡ് എൻ്റെ റിവ്യൂ എനിക്ക് പറയണം, അത്രേ ഉള്ളൂ. സത്യൻ അന്തിക്കാട് മോഹൻലാൽ കോംബോ കാണാൻ ഞാൻ ആക്ച്വലി എക്സൈറ്റഡ് ആണ്. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഇസ് ഗോണ ബി. സോ നമുക്ക് ഇനി റെഡി ആവാം, എന്നിട്ട് ലെറ്റ്സ് ഗോ ഫോർ മൂവി. അങ്ങനെ ഞാൻ റെഡിയായി. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ആൻഡ് ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റാണ്. ബിക്കോസ് എനിക്ക് മൂവീസിന് പോകുമ്പോൾ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യണം, സോ ദാറ്റ് ഐ ക്യാൻ എൻജോയ് ദ മൂവി, വേറെ ഒന്നും ഫോക്കസ് ചെയ്യാണ്ട്. മുടിയും ഞാൻ കെട്ടിയിട്ടില്ല. മുടി കെട്ടും ഞാൻ, ബട്ട് ഇപ്പം ഞാൻ കെട്ടിയിട്ടില്ല ബിക്കോസ് ഇത് ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ കെട്ടും. ഞാനതോടെ ബാൻഡും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇപ്പോൾ സമയം ഇവിടെ 9 മണിയായി. ഇനി 9:15 ആകുമ്പോഴത്തേക്ക് ഇറങ്ങുള്ളൂ. ബട്ട് യെസ്, ലെറ്റ്സ് ഗോ ഫോർ മൂവി. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് ജസ്റ്റ് 5-10 മിനിറ്റ്സേ ഉള്ളൂ. ഇപ്പോൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് ബുർജുമൻത്തെ വോക്സിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അധികവും ഞങ്ങൾ അവിടെ തന്നെയാണ് ബുക്ക് ചെയ്യാറ്. ബിക്കോസ് രാത്രിത്തെ ഷോ ആണെങ്കിലും ഞങ്ങൾക്ക് തിരിച്ച് നടന്നിട്ട് വരാൻ പറ്റും. ബാക്കിയുള്ള സ്ഥലമാണെങ്കിൽ മെട്രോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്യണം. അതിൻ്റെ സമയവും എല്ലാം നോക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ബുർജുമൻ മോളെത്തി. നമ്മൾ 3rd ഫ്ലോറിലാണ് പോകേണ്ടത്. വോക്സ് തുറക്കോ? അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ഹൃദയപൂർവ്വം. മൂവി കാണുമ്പോൾ പിന്നെ കറുമുറു എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ പോപ്കോൺ വാങ്ങി. മമ്മിയുടെ ഫേവറേറ്റ് സോൾട്ടഡ് ആണ്, അതോടെ ഞങ്ങൾ സോൾട്ടഡാണ് വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് കയറിയത്. പക്ഷെ അപ്പോഴത്തേക്കും ഞങ്ങൾ പോപ്കോണൊക്കെ ചെറുങ്ങനെ കഴിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ സ്റ്റാൻഡേർഡിലാണ് ബുക്ക് ചെയ്ത്. അതുകൊണ്ട് തന്നെ അത് 9:45 ഷോ. തുടങ്ങിയപ്പോഴത്തേക്കും 10:15 ആ ഒരു ടൈം ആയിരുന്നു. അപ്പം നമുക്ക് മൂവി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ മൂവിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. ഇവിടെ ഇപ്പോൾ സമയം 1:10 ആയി. 1:10, യെസ്. And the movie was actually a simple and sweet movie. It was. മൂവി കണ്ടു കഴിഞ്ഞപ്പം ഐ വാസ് ഹാപ്പി. ലൈക്ക് ഒരു മൂവി കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി. അതിൽ ചില ഫ്രെയിംസ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ വലിയ മൂവി റിവ്യൂവർ ഒന്നുമല്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മൂവിയിൽ. വിച്ച് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫ്രെയിംസ് ദാറ്റ് ദേ ഹാവ് ടേക്കൺ. ഓരോ ഷോട്ടും ആ കളർ ഗ്രേഡിങ്ങും ആ പിക്ചർ, ഇറ്റ് വാസ് ജസ്റ്റ് പെർഫെക്റ്റ്. ഓരോ ഫ്രെയിം ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുള്ളി പ്ലേസ്ഡ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് സംഗീത് ആൻഡ് മോഹൻലാൽ കോംബോ ആണ്. ലാലേട്ടൻ ആൻഡ് സംഗീത് വാസ് ആ ഒരു പെർഫെക്റ്റ് കോംബോ ആയിരുന്നു. ആ കോമഡി ആണെങ്കിലും പിന്നെ ആ ഇമോഷണൽ എലമെൻ്റ് ആണെങ്കിലും, ഇമോഷണൽ കോമഡി വരുന്നതാണെങ്കിലും ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ എൻജോയ് ചെയ്തു. ഐ ലൈക്ക് ദിസ് മൂവി. ഇറ്റ് വാസ് എ സിമ്പിൾ, എ ക്യൂട്ട് മൂവി. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂവും താഴെ കമൻറ്റ് ചെയ്യ്, സോ ദാറ്റ് വി ഗെറ്റ് ടു നോ ഹൗ വി ലൈക്ക് ദ മൂവി. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇറങ്ങിയ ദിവസവും കണ്ട്. ഇത് മിക്കവാറും നെക്സ്റ്റ് ഡേ വരെ, ലൈക്ക് 29th എനിക്ക് ഈ വീഡിയോ മിക്കവാറും പോസ്റ്റ് ചെയ്യുക. ബട്ട് യെസ്, ഇറ്റ് വാസ് സച്ച് എ ഗുഡ് മൂവി, ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ മായ ലോകം. സോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ടിൽ ദെൻ, ബൈ ബൈ.